കർണാടകയിലെ ഹസനിലെ ആ പ്രതിസന്ധിയിലെക്കുറിച്ച് ആ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹസനിൽ 40 ദിവസത്തിനിടെ 21 ചെറുപ്പക്കാരാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇത് ഉണ്ടാക്കുന്നത് വലിയ ആശങ്കയാണ്. മരണത്തിന് കാരണമായത് കോവിഡ് വാക്സിൻ എന്ന സംശയം ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ വാദം ആരോഗ്യവകുപ്പ് തള്ളുകയാണ്. എന്തുകൊണ്ടാവും ഈ അസാധാരണ ദുരന്തം ഉണ്ടായത് എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാകുന്നുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 40 ദിവസത്തിനിടെ ഒരു പ്രദേശത്തെ 21 ചെറുപ്പക്കാർ ഹൃദയാഘാതം മൂലം കൊല്ലപ്പെടുന്ന സാഹചര്യം. എന്താണ് ഇപ്പോൾ നിലവിലുള്ള അഭ്യൂഹങ്ങൾ, പ്രാഥമിക നിഗമനങ്ങൾ ഒക്കെ? ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഹാസൻ ജില്ലയിൽ മരിച്ചവരുടെ എണ്ണം 22 ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ. അതിൽ നമുക്കറിയാം, തുടക്കത്തിലൊക്കെ പ്രായമായവരെയും ഒപ്പം തന്നെ വ്യായാമം ഇല്ലാത്തവരെയും പുകവലിക്കാരെയും ഒക്കെ ആയിരുന്നു ഈ രോഗം പിടികൂടിയെങ്കിൽ ഇപ്പോൾ ലിംഗഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ എല്ലാവരെയും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെയാണ് ഹാസനിൽ കഴിഞ്ഞ കുറച്ചു നാളത്തെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഹാസൻ ജില്ലയിൽ മാത്രം ഈ രീതിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 22. അതായത് ആ കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരമാണ് ഈ ഒരു കണക്ക്. അതായത് ഹാസനിൽ 21 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ 19 മുതൽ 25 വയസ്സുകൾക്കിടയിൽ പ്രായമുള്ള 5 പേർ ആണ് മരണപ്പെട്ടുള്ളത്. 25നും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 8 പേരും മരണപ്പെട്ടിട്ടുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള 8 പേർ കൂടി മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കണക്ക് 21 ഉയരുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷത്തിനിടെ 507 കേസുകൾ കർണാടകയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഈ ഹാസൻ ജില്ലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. ഈ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് കർണാടക സർക്കാർ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകാനൊരു നീക്കം നടത്തുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇത്രത്തോളം മരണം ഈ യുവാക്കളിലേക്ക് കൂടി വരുന്നു? അത്തരത്തിൽ പ്രായഭേദമന്യേ ആളുകൾക്ക് ഈ ഒരു രോഗം പിടിപെടുന്നു, അല്ലെങ്കിൽ ഹൃദയാഘാതം മൂലം ഇവർ മരണപ്പെടുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ കൃത്യമായ ഡേറ്റകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നടക്കമുള്ള കാരണങ്ങൾ അവർക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേളയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ കുറിച്ച് ചില കാര്യങ്ങളുണ്ട്. അതായത് കോവിഡ്-19 വാക്സിൻ എടുത്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ രാജ്യത്ത് കോവിഡ് പടർന്നു പിടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കണക്കുകൾ, അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകളെ ഇത് ബാധിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ കോവിഡ്-19 വാക്സിൻ എടുത്തതിന് ശേഷമാണോ ഈ രീതിയിൽ പ്രായഭേദമന്യേ ആളുകളിലേക്ക് ഈ ഹൃദയാഘാതം ഉണ്ടായി ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള അതിനുശേഷമാണ് അത് രാജ്യതലത്തിലേക്ക് കൂടി വരികയും ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടുതൽ പേരിലേക്ക്, അതായത് പ്രായം കുറഞ്ഞവരുടെ മരണങ്ങളാണ് ഏറെയും റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊരു കാര്യങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കർണാടക മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ രാജ്യത്തുടനീളമുള്ള ചില പഠനങ്ങൾ ICRMലും ഒപ്പം തന്നെ ഡൽഹി എയിംസും കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിലെ കോവിഡ്-19 വാക്സിനുകൾ സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അവർ നൽകുകയും ചെയ്തത്. ഒരു തരത്തിലും കോവിഡ്-19 വാക്സിൻ മൂലമല്ല ഇത്തരത്തിലുള്ള മരണം ഉണ്ടാകുന്നത് എന്നുള്ള തറപ്പിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഇത്തരത്തിൽ ഇവർ നൽകുകയും ചെയ്യുന്നത്. അതായത് ഈ വാക്സിനുകൾ സുരക്ഷിതമാണ്. കണ്ടെത്തൽ ഡൽഹി എയിംസ് നടത്തിയ പഠനത്തിലാണ്. ഈ പഠനം യുവാക്കളിലും ഒപ്പം തന്നെ 60 വയസ്സ് മുകളിലുള്ള ആളുകളിലും പരിശോധന നടത്തി. ഒപ്പം തന്നെ 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ആളുകളിൽ പരിശോധന നടത്തി. 15നും 25നും ഇടയിലുള്ള ആളുകളിൽ പ്രത്യേകം പരിശോധന നടത്തി. 25നും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിലും കൃത്യമായി പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ജീവിതശൈലിയും നിലവിലുള്ള രോഗാവസ്ഥയുമാകാം ഇതിന് കാരണമെന്നുള്ളത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യായാമം നിരന്തരം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അനങ്ങാതെ ഇരിക്കുക എന്ന് നമ്മൾ സാധാരണ പറയുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്നവരിലേക്ക് പെട്ടെന്ന് ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ അനങ്ങാതെ ഇരിക്കുക, മറ്റു പണിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു രോഗമായി ഇത് മാറാം. അങ്ങനെ ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, പ്രായം കൂടുമ്പോൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 60 വയസ്സിലേക്ക് മുകളിലേക്കുള്ള പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് ഈ ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു കണക്കുകൾ കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പുകവലിയാണ്.
നമുക്കറിയാം രാജ്യത്തുടനീളം പുകവലി കൂടുതൽ പേർ പുകവലിക്കുന്നവരാണ്. അത്തരത്തിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുവാക്കൾ ഏറ്റവും കൂടുതൽ പുകവലിക്കുന്നു എന്നുള്ള കണക്കുകളൊക്കെ നേരത്തെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കണക്കുകൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഒക്കെ പുറത്തുവിടുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഉള്ള സാഹചര്യം അതൊരു കാരണമാകാമെന്ന് കൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഹാസൻ ജില്ലയിൽ ഇത്രയും അധികം മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യം, ഇത്രയും ഗുരുതരമായൊരു ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം, ഭയാനകരമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നു. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കർണാടക മുഖ്യമന്ത്രി നടത്തിയ ആ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പഠനം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തത്. അതായത് അവർ തറപ്പിച്ച് പറയുന്നു കോവിഡ് വാക്സിനുകൾക്ക് ഇത് ബന്ധമില്ല എന്നുള്ളതാണ്. നമുക്കൊരു മറ്റു കാര്യങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു കണക്കുകൾ 2020, അതായത് ഈ കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ മരണകാരണം ഹൃദയാഘാതമായി എന്നുള്ള രാജ്യത്തെ കണക്കുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ 2020 28,579 മരണമാണ് രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതും ഹൃദയാഘാതം മൂലമാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും നോക്കേണ്ടത്. 2020 മാത്രം 28,579 പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് 2021 വന്നപ്പോൾ 28,413, അതായത് താരതമ്യേന ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 100 കേസോളം 150 കേസോളം കുറവ് 2021 സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ആ കണക്ക് ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. 2022 വന്നപ്പോൾ അത് 12% വർദ്ധിച്ചുകൊണ്ട് 32,457 മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ അതിലൊന്ന് കർണാടകയാണ്, മഹാരാഷ്ട്രയുണ്ട്, രാജസ്ഥാനുണ്ട്, ഒപ്പം തന്നെ മധ്യപ്രദേശുണ്ട്, ഉത്തർപ്രദേശുണ്ട്. ഇത്രയുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. കേരളത്തിലെ കണക്കുകൾ അത് വരും മണിക്കൂറുകളിൽ അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ചിത്രം വരും. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മലപ്പുറത്ത് സമാനമായ ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്തത്. അച്ഛനും മകനും ഒരേ രീതിയിൽ ഹൃദയാഘാതം വന്ന് മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തൊരു പശ്ചാത്തലമാണ് അത്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ നമ്മൾ വരും മണിക്കൂറുകളിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. നിലവിൽ ഈ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കണക്ക് 2022 റിപ്പോർട്ട് ചെയ്തത്. 2023 വരുമ്പോൾ ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് 2022 32,457 മരണമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2023 31,410 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. അത് ചില ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാം. അതിൻ്റെ ICMRന്റെ റിപ്പോർട്ടിന് ശേഷം ഒപ്പം തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരമാണ് നമ്മൾ ഈ കണക്കുകൾ പുറത്തുവിടുന്നത്. 2023 31,410 പേർ ഹൃദയാഘാതം മൂലം ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു എന്നുള്ളതാണ്. 2024 വരുമ്പോൾ അത് 33,231 വരുന്നു. അതായത് വീണ്ടും ഈ ശതമാന കണക്കുകൾ കൂടി വരികയാണ്, മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളതാണ്. രാജ്യത്തുടനീളം ഈ മറ്റ് ആക്സിഡൻ്റൽ രീതിയിലോ അല്ലെങ്കിൽ മറ്റ് ക്രൈമിലൂടെയോ ഏതെങ്കിലും തരത്തിൽ മരിക്കുന്നവരുടെ എണ്ണം ഇതിലും 10 മടങ്ങാണ്. അതിൻ്റെ ചെറിയ കണക്കുകൾ മാത്രം എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് അതിലാണ് ഈ 33,510 പേർ 2024 ഈ ഹൃദയാഘാതം മൂലം ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. 2025 കണക്കുകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഈ 2020 മുതൽ 24 വരെയുള്ള കണക്കുകളാണ് പരിശോധിച്ചത്. അത് രാജ്യത്ത് ഉടനീളമുള്ള ഒരു കണക്കുകൾ പരിശോധിച്ചു. അതെ, ശരിയാണ്. നമ്മുടെ എല്ലാം ജീവിതശൈലി മാറിയിട്ടുണ്ട്, ഭക്ഷണ രീതി മാറിയിട്ടുണ്ട്, വ്യായാമമില്ല, പുകവലിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഹൃദയാഘാതം, ഹൃദയസ്തംഭനം പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കാരണങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കർണാടകയിലെ ഹാസനിലെ വിഷയം എടുത്താൽ രാജ്യത്തെമ്പാടുമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ മേഖലയിൽ മാത്രം ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഒരുപാട് പേർ സമാനമായ രീതിയിൽ ഹൃദയാഘാതം മൂലം മരിക്കുന്നു എന്നതാണല്ലോ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. അതും ഈ 19 വയസ്സ് മുതൽ ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഈ എല്ലാ ആളുകളെയും, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ആളുകളെയും നോക്കിയാൽ കൂടുതൽ ആളുകളും ഭൂരിഭാഗം ആളുകളും
കൃത്യമായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരോ ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന ആളുകളുമല്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റ് മേഖലകളിൽ ഒന്നും ഇല്ലാത്തതുപോലെ എന്തുകൊണ്ട് ഹാസനിൽ മാത്രം ഇങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നതല്ലേ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇപ്പോൾ ഒരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ച കാര്യമാണ് മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ പെരിഫറലായിട്ടുള്ള ചില നിഗമനങ്ങൾ നടത്തുന്നതിനപ്പുറം എത്രത്തോളം ഗൗരവമായിട്ട് ഈ വിഷയത്തെ നോക്കിക്കാണുന്നുണ്ട്, സമീപിക്കുന്നുണ്ട്? നിലവിലെ സാഹചര്യത്തിൽ ഹാസനിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുക്കുമ്പോൾ മാത്രം ഹാസൻ ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ മാത്രം 507 കേസുകൾ ഇതിന് സമാനമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 40 ദിവസത്തിലെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. 22 പേരോളം മരണപ്പെട്ടു എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കർണാടക സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം പ്രഖ്യാപിച്ചു. എന്താണ് ഇതിന് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രായഭേദമന്യേ ഈ ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത്, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണ രീതി ഉണ്ടായതുകൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാണോ, അതൊക്കെ കൃത്യമായി അറിയേണ്ടതായിട്ടുണ്ട്. അതൊരു പഠനമാക്കുക. ഒപ്പം തന്നെ അത് പഠിച്ചതിന് ശേഷം വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകുക. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രതികരണവും, ഒപ്പം തന്നെ കോവിഡ് വാക്സിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു റിയാക്ഷൻ സംഭവിച്ചതാകാമോ ഇത്തരത്തിൽ ഈ ഒരു മരണം ഇത്രയും അധികം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ തള്ളിക്കളയാനാകില്ല എന്നായിരുന്നു സിദ്ധരാമയ്യ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇത് കൂടുതൽ ഗൗരവത്തോടെ കാണുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ ദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. സ്വാഭാവികമായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാകും. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് എന്താണ് ഹാസനിൽ ഇത്രയധികം മരണം റിപ്പോർട്ട് ചെയ്യാൻ സാഹചര്യം ഒരുക്കിയത്, അതിനെന്താണ് കാരണം നടക്കം കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലേക്ക് സ്വാഭാവികമായും ഒരു നടപടി എന്നുള്ള രീതിയിൽ കടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ വരും മണിക്കൂറിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി. ഈ റിപ്പോർട്ട് ഇന്നലെയാണ് പുറത്തുവിട്ടത് ആരോഗ്യ മന്ത്രാലയം. അതായത് അതിൽ അവർ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഒരു തരത്തിലും ഈ COVID-19 വാക്സിൻ എടുത്തത് മൂലമല്ല എന്ന് സ്ഥാപിക്കുക. കാരണം അതിലെ ലോജിക്കലി നമുക്ക് തോന്നുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ രാജ്യത്തെ എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ കോവിഡ് വാക്സിൻ. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകൾക്ക് മാത്രം അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതൊരു ലോജിക്കൽ ആൻസർ കൂടിയല്ലേ അതിന്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു മുഖ്യമന്ത്രിയാണ്, കർണാടകയിലെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ളൊരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും രാജ്യത്തുടനീളമുള്ളവർ കേൾക്കുന്നതാണ്. ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. സ്വാഭാവികമായും എല്ലാവരും ഭൂരിഭാഗം, എനിക്ക് തോന്നുന്നു, നമുക്ക് കണക്കറിയില്ല എങ്കിൽ പോലും തന്നെ ഒരു 90% ആളുകളും COVID-19 വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ വലിയ ആശങ്കയുണ്ടാകും, വലിയ ഭയമുണ്ടാകും. കാരണം നമ്മളെല്ലാം എടുത്തതാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ എടുത്തതാണ്. അപ്പോൾ ഇനി എനിക്ക് ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുമോ, അല്ലെങ്കിൽ താൻ ഇതൊന്നും ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ അലസമായ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ COVID-19 വാക്സിൻ എടുത്തതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഹൃദയാഘാതം വരും എന്നുള്ള രീതിയിലുള്ള ചില ഭയമുണ്ടാകാം. അത് ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പഠനം ഡൽഹി എയിംസ് കേന്ദ്രീകരിച്ച് നടത്തിയത്. ഒരു തരത്തിലും കോവിഡ് വാക്സിൻ കാരണമല്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണ് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നത്. തീർച്ചയായും അപ്പോൾ മറ്റെന്ത് കാരണം എന്നതിന് കൃത്യമായ ഉത്തരം വേണം. അതിനുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കർണാടകയിലെ ഹസനിൽ ഇത്തരത്തിൽ 40 ദിവസത്തിനിടെ 22 ചെറുപ്പക്കാർ ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന സാഹചര്യം വലിയ ആശങ്ക ഉയർത്തുന്നതാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.